പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ ആചരിക്കുന്ന ദിവസമാണ്. ക്നാനായക്കാരെ സംബന്ധിച്ചിടത്തോളം യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള പെസഹയാണ് യഹൂദ നസ്രാണികളായ ക്നാനായക്കാർ ആചരിക്കുന്നത്. യഹൂദരെ സംബന്ധിച്ച് പെസഹ എന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള അവരുടെ വിമോചനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ഇസ്രായേൽ ജനതയെ വിട്ടയക്കുവാൻ വിസമ്മതിച്ച ഫറവോന്റെ മേൽ ദൈവം 10ാമത്തെ ബാധയായി ആദ്യജാതന്മാരുടെ മരണം അയച്ചപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം വാതിൽപ്പടിയിൽ പൂശി ഇസ്രായേല്യരുടെ വീടുകളെ ശിക്ഷിക്കാതെ ദൈവം കടന്നുപോയി. ഇതിൻ്റെ സ്മരണയ്ക്കായി യഹൂദർ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും ചേർത്ത് പെസഹ വിരുന്ന് ഒരുക്കുന്നു. ബൈബിളിലെ പുറപ്പാട് പുസ്തകം 12ാം അധ്യായം 8ാം വാക്യം മുതൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്: ഈ രാത്രിയിൽ ആ മാംസം തീയിൽ ചുട്ടെടുത്ത് അത് പത്തീറായും കയ്പും കൂട്ടി തിന്നേണം. അതിൽ നിന്ന് പച്ചയായോ വെള്ളത്തിൽ പാകം ചെയ്തോ തിന്നരുത്. എന്നാലോ തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ഈ തീയിൽ ചുട്ടു തിന്നേണം. അതിൽ നിന്ന് രാവിലത്തേക്ക് ബാക്കി വച്ചേക്കരുത്. രാവിലത്തേക്ക് വല്ലതും അധികമുണ്ടെങ്കിൽ അത് തീയിൽ ദഹിപ്പിച്ചു കളയണം. അത് തിന്നുന്നത് ഇപ്രകാരം ആയിരിക്കണം: നിങ്ങളുടെ അരകെട്ടിയും കാലുകളിൽ ചെരുപ്പിട്ടും കൈകളിൽ വടി പിടിച്ചും കൊണ്ട് ധൃതിയിൽ അത് തിന്നേണം. എന്തെന്നാൽ അത് കർത്താവിനുള്ള പെസഹ ആകുന്നു. ഈ രാത്രി ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്നുപോയി മനുഷ്യർ മുതൽ മൃഗങ്ങൾ വരെയുള്ള സകല കടിഞ്ഞൂലുകളെയും സംഹരിക്കുകയും കർത്താവായ ഞാൻ മിസ്രയീമ്യരുടെ സകല ദേവന്മാരുടെയും മേൽ ന്യായവിധി നടത്തുകയും ചെയ്യും. നിങ്ങൾ ഏത് ഭവനങ്ങളിൽ ആയിരിക്കുന്നുവോ ആ ഭവനത്തിന്മേൽ ഈ രക്തവും അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒഴിഞ്ഞ് കടന്നുപോകും. മിസ്രയീം ദേശത്തെ ഞാൻ കൊല നടത്തുമ്പോൾ നാശകരമായ മരണം നിങ്ങളിൽ ഉണ്ടാകുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് അനുസ്മരണ ദിവസം ആയിത്തീരണം. ഇത് കർത്താവിനെ പെരുന്നാളായി ആചരിക്കണം. ഈ പെരുന്നാൾ നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പാരമ്പര്യമാണ് യഹൂദ നസ്രാണികളായ ക്നാനായക്കാർ ആചരിച്ചു വരുന്നത്. ക്രിസ്തുവും യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള പെസഹ പെരുന്നാൾ തന്നെയാണ് ആചരിച്ചത്. യഹൂദന്മാർ പെസഹ ആഘോഷിക്കുന്നത് സ്വന്തം ഭവനങ്ങളിലാണ്. പെസഹ അപ്പത്തിന് ഇൻഡറി എന്നാണ് പറയുന്നത്, INRI. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് കുടുംബനാഥൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭവനത്തിൽ വെച്ച് കുടുംബാംഗങ്ങൾക്ക് ഈ അപ്പം മുറിച്ചു നൽകുന്നു. ഇത് സമുദായത്തിന് പുറത്തുള്ളവർക്ക് നൽകുവാൻ അനുവാദമില്ല. യഹൂദന്മാരെ പോലെ തന്നെ വംശശുദ്ധി പാലിക്കുന്നതിൽ ക്നാനായക്കാർ അതീവ ശ്രദ്ധാലുക്കളാണ്. ക്നാനായ സമുദായത്തിൻ്റെ പുരാതനമായ കല്യാണപ്പാട്ടുകളിൽ പഴയ നിയമത്തിലെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായി കാണുവാൻ സാധിക്കും. ക്രിസ്തീയ പെസഹായും യേശുവും പുതിയ നിയമം അനുസരിച്ച് യേശു തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം കഴിച്ച അവസാനത്തെ അത്താഴം ഒരു യഹൂദ പെസഹ വിരുന്നായിരുന്നു. ഈ വിരുന്നിനിടെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇത് തൻ്റെ ശരീരമാണെന്നും മുന്തിരിച്ചാറ് തൻ്റെ രക്തമാണെന്നും പറഞ്ഞ് ശിഷ്യന്മാർക്ക് നൽകി. പഴയ നിയമത്തിലെ കുഞ്ഞാടിൻ്റെ രക്തത്തിന് പകരം ലോകത്തിൻ്റെ പാപങ്ങൾക്കായി സ്വയം ബലിയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു ഇവിടെ സ്വയം വെളിപ്പെടുത്തുന്നു. ഇതാണ് ദേവാലയത്തിൽ നടക്കുന്ന പെസഹ കുർബാനയുടെ അടിസ്ഥാനം. ക്രിസ്ത്യാനികൾ ഇതിനെ പാപത്തിൽ നിന്നുള്ള മോചനമായും ക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയായും കാണുന്നു. മലങ്കരയിലെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ ഭവനങ്ങളിൽ പെസഹ ആചരിക്കാറില്ല. എന്നാൽ ചരിത്രപരമായ യഹൂദ പാരമ്പര്യവും പിന്തുടർന്നുകൊണ്ട് ക്നാനായക്കാർ ഇന്നും ഭവനങ്ങളിൽ പെസഹ ആചരിച്ചു വരുന്നു. ക്നാനായ സമുദായത്തിലെ എല്ലാ സമുദായ അംഗങ്ങൾക്കും പെസഹ പെരുന്നാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.